ഹലോ ഗായ്സ്, അപ്പോൾ ബ്ലൂവാസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. തെറ്റിദ്ധാരണ അല്ല, എന്താ പറയാ, പഠിക്കുന്ന സ്റ്റുഡന്റ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഇമാജിനറി, അതായത് ഒരു ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇമാജിനറി ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് എങ്ങനെ വരുന്നത്. ആ സ്റ്റുഡന്റ് എപ്പോൾ കളിച്ചിരുന്നും പാടില്ല, ഒരു എപ്പോൾ നോക്കിയാലും പഠിക്കണം, എന്റർടൈൻമെന്റ് ഒക്കെ ഒഴിവാക്കണം, ടൂർ പോകാൻ പാടില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ്. മീൻസ് ഒരു ഇമാജിനറി, അങ്ങനത്തെ ഒരു ഇമാജിനേഷൻ നമുക്ക് ഉള്ളിൽ കടന്നു വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ പഠിക്കണം എന്നുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ നല്ലപോലെ സ്കോർ മേടിക്കണം എന്നുള്ള സ്റ്റുഡന്റ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ കണ്ട് തിങ്ക് ചെയ്യുമ്പോൾ ഇവർക്ക് പഠിക്കാനുള്ള ഒരു മൂടാണ്ട് പോവാണ്, മനസ്സിലായോ? കാരണം ഇഷ്ടപ്പെട്ട കളി ഒക്കെ ഒഴിവാക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഹാർഡ് വർക്ക് കൊണ്ട് ഒഴിവാക്കുക, നമുക്ക് സ്മാർട്ട് വർക്കിക്ക് പോവാം. നമ്മൾ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹാർഡ് അല്ല വേണ്ടത്, സ്മാർട്ടാണ് വേണ്ടത്, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കേസിൽ, അതായത് പഠനത്തിന്റെ കേസിൽ സ്മാർട്ട് വർക്കായിട്ട് സ്മാർട്ടായി കണ്ട് പഠിക്കാനുള്ള കുറച്ച് ടൂൾസ് ഞാൻ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ പറഞ്ഞു തരാനുള്ള രീതിയിലാണ് വന്നത്. അത് നിങ്ങൾക്ക് തന്നെ ലോജിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലി തിങ്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പം പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്താൽ ശരിയാണല്ലോ, അങ്ങനെ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് ഇതൊരു ഫിക്ഷൻ അല്ല, നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലായോ? അപ്പൊ അതിൽ 10 കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ, ഈ ഒരു പഠന ജീവിതത്തിൽ അല്ലെങ്കിൽ പഠന ഈ ഒരു എന്താ പറയാ കാലഘട്ടത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, പെട്ടെന്ന് പറഞ്ഞു പോട്ടോ, ലെങ്ത് ആവും, കാരണം 10 സംഭവങ്ങളുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടേക്ക് എ ബെറ്റർ നോട്ട്സ് ആണ്. അതായത് നമുക്ക് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ നമ്മൾ എത്ര ക്ലാസ് അല്ലെങ്കിൽ ഒരു പീരീഡിന്റെ തന്നെ കുറെ നോട്ട്സ് അല്ലെങ്കിൽ കുറെ സംഭവങ്ങൾ മീൻസ് കേൾക്കും അല്ലെങ്കിൽ നോട്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എന്താ പറയാ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പിക്ക് ചെയ്താൽ മതി, മനസ്സിലായോ? അല്ലാണ്ട് വലിച്ചു വാരി എല്ലാം കൂടി തലയിൽ കയറ്റിക്കാണ്ട് എന്താ പറയാ, ആകെ മൊത്തം കൊളാക്കരുത്. മീൻസ് അത് താങ്ങാൻ പറ്റില്ല. നമ്മൾ അനാവശ്യമായിട്ടുള്ള എനർജി വേസ്റ്റ് ആവും, പിന്നെ എന്താ പറയാ, നമ്മള് എന്താ പറയാ കുറെ സമയം വേസ്റ്റ് ആവും, ഒക്കെ കൂടി ഉള്ളൊരു മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു വേസ്റ്റ് പരിപാടിയാണ്. എല്ലാ നോട്ട്സും കൂടി തലയിൽ കയറ്റി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ട്, കാരണം നമുക്ക് അറിയാൻ പറ്റും ഏതാണ് ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ഇത്രയും പഠിച്ച രീതിയിൽ നമ്മൾ കുറെ എക്സാമും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഏതാണ് ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടുള്ള ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇമ്പോർട്ടന്റ് നോട്ട്സുകൾ മാത്രം എടുക്കുക. അല്ലാണ്ട് ഞാൻ നല്ലൊരു പഠിപ്പിസ്റ്റ് ആവണം എന്ന് വിചാരിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും കേട്ട് മൊത്തം ഇങ്ങനെ ബൈഹാർട്ടാക്കി പഠിക്കലല്ല പഠനം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്യുക. അതാണ് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാല് റീറൈറ്റ് ദി നോട്ട്സ്. റീറൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പിക്ക് ചെയ്ത നോട്ട്സ് ആണല്ലോ, അത് നമ്മൾ ഒന്നുകൂടെ എഴുതുക. അതിനാണ് അങ്ങനെ കോമൺലി നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. ചില സ്റ്റുഡൻസ് സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു നോട്ട് ബുക്ക്, വീട്ടിലെത്തിയിട്ട് വേറെ നോട്ട് ബുക്ക്, നമ്മൾ അങ്ങനത്തെ ഒരു സ്കീം കാണുമല്ലേ. അതെന്താന്ന് വെച്ചാൽ ഇതാണ്, നമ്മള് സ്കൂളിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് നമുക്ക് മനസ്സിലാവാത്തത് സൈഡിലാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് അത് ക്ലിയർ ചെയ്യേണ്ടത് എന്താണെന്ന് അവിടെ ഒരു എന്തെങ്കിലും സ്റ്റാർ ഇട്ട് കണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും മെൻഷൻ ചെയ്ത് കണ്ടൊക്കെ നമ്മുടെ ഹൈലൈറ്റ് ചെയ്ത് കണ്ട് നമുക്ക് അവിടെ എഴുതാം. അതുപോലെ നമുക്ക് വേണ്ടതൊക്കെ ആ ഒരു ദിവസം എഴുതാം. എന്നിട്ട് എന്താ പറയാ, വീട്ടിൽ വന്നുകൊണ്ട് നമുക്ക് അത് നല്ലപോലെ വൃത്തിയിൽ നമുക്ക് മനസ്സിലാവേണ്ട രീതിയിൽ ചുരുക്കിക്കാണ്ട് ഒക്കെ എഴുതാം. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ ഒരു ഒരു എന്താ പറയാ, ഒരു ടോപ്പിക്കില് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ പോയിന്റുള്ള സംഭവം, അത് നമുക്ക് ഒരു എക്സാമിന് 2 മാർക്കിന്റെ ചോദ്യമാണ് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യം വരാൻ പോകുന്നതെന്ന് അറിയാം. അപ്പോ ആ ഒരു പോയിന്റ് ചിലപ്പോൾ ഒരു 10 പോയിന്റ് ഉണ്ടാവും. സ്കൂളിൽ നിന്ന് നമ്മൾ ആ 10 പോയിന്റ് പഠിക്കും, അതുപോലെ സിലബസ് ആണ്, മനസ്സിലായോ? പക്ഷെ നമുക്കിപ്പോ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ചിലപ്പോൾ 2 മതി. അപ്പൊ 2 എക്സ്ട്രാ കൂടി ഒരു 2 ആക്കി ഒരു 4 മാത്രം വന്നുകൊണ്ട് വീട്ടിലിരുന്ന് എഴുതിയാൽ മതി. ഇപ്പോ എന്താ പറയാ, ഇംഗ്ലീഷിൽ നമ്മൾ രാമുവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് നമ്മൾ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും നമ്മൾ എന്താ പറയാ ഉപയോഗപ്പെടുത്തുമോ? ഒരു ഉപയോഗമില്ല. അത് നമ്മൾ എക്സാമിന് വേണ്ടി മാത്രം, എക്സാം പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ പഠിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ 10 ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ 10 അഡ്വാൻറ്റേജസ് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് 2 ആവശ്യമുള്ളൂ. അപ്പൊ അതെന്താക്കുക, നമ്മൾ 2 എക്സ്ട്രാ ഒരു എന്താ പറയാ ഒരു സെക്കൻഡ് പ്ലാൻ എന്ന നിലക്ക് നമുക്കൊരു 2 കൂടി എക്സ്ട്രാ പഠിച്ചു വെക്കാം. അങ്ങനെ 4 നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് വീട്ടിലത്തെ നോട്ട്സിൽ 4 എഴുതിയാൽ മതി. 10 6 പഠിച്ചുകൊണ്ട് സമയം കളയേണ്ട. അത് 10 പഠിച്ചാൽ പിന്നെ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇതിലേതാണ്, ഇത് രാമുവിന്റെ ആണോ അതോ വേറെ രവിന്റെ ആണോ എന്നൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് മൊത്തത്തിൽ കറങ്ങിപ്പോവും. കാരണം സിലബസ് എന്ന് പറഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള സിലബസാണ്. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ട് മാത്രം കാര്യങ്ങൾ മാത്രം ചുരുക്കുക, മനസ്സിലായോ? ഇതുകൊണ്ടുള്ള വേറൊരു ഉപകാരം എന്താന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരൊറ്റ നോട്ട് ബുക്ക് കൊണ്ടുപോയാൽ മതി. നമുക്കിപ്പോൾ ഒരു +2 സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ 6 സബ്ജക്റ്റ് ഉണ്ടാവുക, 6 സബ്ജക്റ്റിനും കൂടി ഒരൊറ്റ നോട്ട് ബുക്ക് കൊണ്ടുപോയാൽ മതി. എന്നിട്ട് എന്താക്കാം,
ആ 6 നോട്ടിൽ തന്നെ ഓരോ സൈഡ് വൈസ് ഒരു നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കണ്ട് നമുക്ക് എഴുതുക. എന്നിട്ട് ഇവിടെ വന്ന് കണ്ട് വീട്ടിൽ വന്ന് കണ്ട് ഓരോ പെർട്ടിക്കുലർ സബ്ജക്റ്റിനും ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബുക്ക് കണക്കാക്കുക. അത് വൃത്തിക്ക് എഴുതിയാൽ മതി. അതാകുമ്പോൾ എന്താ, നമുക്ക് കോളേജിൽ പോകുമ്പോൾ ആ ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ബാഗും തൂക്കി ഇങ്ങനെ എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ കൊണ്ടുപോയി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? നമ്മൾ എപ്പോഴും സ്മാർട്ട് ആയിക്കേണ്ട വർക്ക്. ഇങ്ങനെ ആലോചിക്കുക, ഇത് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടോ ഇല്ലേന്ന്. നമുക്ക് അങ്ങനെ ചെയ്താൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. മനസ്സിലായോ? ഇതെല്ലാം എന്താ പറയാ, ഞാൻ കൂടുതൽ ഇത് നീട്ടി കൊണ്ടുപോകണില്ല, രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ളൂ. അപ്പോ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ റീറൈറ്റ് ചെയ്യുക. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാല്, ആഡ് യുവർ ലേണിംഗ് സ്റ്റൈൽ ടു ദി റിട്ടേൺ നോട്ട്സ്. നമ്മൾ റീറൈറ്റ് ചെയ്ത നോട്ട്സ് ഇല്ലേ, അതിൽ നമ്മളെ ലേണിംഗ് സ്റ്റൈല് പലർക്കും പല സ്കില്ലാണ്, പല രീതിയിൽ പഠിക്കാൻ മീൻസ് വഹിക്കുക ആഗ്രഹം, മീൻസ് ആഗ്രഹമല്ല, അങ്ങനെ പഠിച്ചാലേ അവർക്ക് പറ്റത്തുള്ളൂ. ചിലവർക്ക് കേട്ടാൽ മനസ്സിലാവും. അങ്ങനെ കേട്ട മനസ്സിലായ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പഠിച്ച കാര്യം അല്ലെങ്കിൽ അതായത് നമ്മൾ എഴുതിയ നോട്ട്സ് ഒരു PDF അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ടൊക്കെ നമ്മൾ വാട്സപ്പിലോ നമ്മളെ ഇതിൽ ഒരു സെപ്പറേറ്റ് ഒരു നമ്മൾ മാത്രമുള്ള ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടായിക്കാണ്ട് നമ്മൾ ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ വോയിസ് നോട്ടായിട്ട് അയക്കുക. അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അത് കേൾക്കുക. അതാണ് നമ്മൾ ലേണിംഗ് സ്റ്റൈൽ. മനസ്സിലായോ? അപ്പൊ ഓരോരുത്തർക്കും ചിലവർക്ക് വിഷ്വലൈസ് ചെയ്ത് കണ്ട് പഠിക്കേണ്ട സംഭവങ്ങൾ ഉണ്ടാവും. അവിടെ നമ്മൾ ഈ കുറെ ചാർട്ട് ഗ്രാഫ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കണ്ട് അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ ഉപകാരമായിക്കാരോ. മനസ്സിലായോ? ചിലർക്ക് എന്താ പറയാ, പറഞ്ഞുകാണ്ടല്ലോ കേൾവി കഴിഞ്ഞു. എന്തായാലും നമ്മളിപ്പോ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല. നമുക്ക് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ എന്താ പറയാ ആഡ് ചെയ്ത് വെക്കുക. നമ്മൾ ആ റീറൈറ്റ് ചെയ്ത നോട്ട്സ് ഇല്ലേ, അതിൽ നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. ഇതാണ് മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. നാലാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ സ്റ്റഡി എ ബിറ്റ് എവറി ഡേ. കുറച്ച് അത് ഞാൻ പറഞ്ഞ് നമുക്ക് ഡെയിലി അല്ലെങ്കിൽ നമ്മൾ പരിപാടി കൊളാക്കണ്ടയോ അല്ലെങ്കിൽ നമ്മളൊരു കുടുംബത്തിലുള്ള കല്യാണം വരെ ഒഴിവായി കണ്ട് പഠിക്കാൻ എത്ര പേരുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡെയിലി ഒരു ലിറ്റിൽ ബിറ്റ് ടൈം അതിനു വേണ്ടി മാറ്റി വെക്കാം. മനസ്സിലായോ? അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്കൊരു ഇപ്പോൾ 6 സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സബ്ജക്ട് വൈസ് ഓരോ ദിവസം കണ്ടു വെക്കുക. അതിനനുസരിച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അത്ര പഠിച്ചാൽ മതി. ഓവറായി പഠിച്ചാൽ നമുക്ക് മടുപ്പ് വരും. അല്ലാന്ന് ഇപ്പം നല്ല സ്റ്റഡി ഹാർഡ് ആയിട്ട് പഠിക്കുന്ന ഒരു എന്താ ജോലി ഇഷ്ടപ്പെട്ട് പഠിക്കുന്നല്ല, ഒരു പേടികൊണ്ട് പഠിക്കുകയാണ്, ഒരു എന്തെങ്കിലും പൊട്ടോ അല്ലെങ്കിൽ ഇതാക്കും ആ ഒരു ടെൻഷൻ കൊണ്ടൊക്കെ പഠിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെയുള്ളവർക്ക് തന്നെ ആ ടെൻഷനുണ്ട്, മുടി കൊഴിച്ചില്, ചിലർ തടി വെക്കും, അങ്ങനെ പല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇതാവേണ്ടി വരും. അതൊന്നും ഒരു പ്രോപ്പർ വേ അല്ല. അങ്ങനെ പഠിച്ചുകൊണ്ട് A+ കിട്ടിയിട്ടും കാര്യമില്ല. മനസ്സിലായോ? നമ്മൾ എപ്പോഴും സ്മാർട്ട് ആയിക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും വേണം. അത് കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ അടിയിൽ ഈ ഒരു അച്ചീവ്മെന്റ് നേടും വേണം. അവിടെയാണ് കഴിവ്. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ജയിലിൽ പൂട്ടിട്ട് കണ്ട് ഈ സിലബസ് മൊത്തം കാണാപ്പാടം പഠിച്ചാൽ എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഓർക്കും പഠിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയല്ല വേണ്ട, നമ്മളിപ്പോ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ എന്താ പറയുക, ഒരു ലിറ്റിൽ ബിറ്റ് ഇപ്പോ 6 സബ്ജക്റ്റ് ആണുള്ളത്. നമുക്ക് ഒരു വീക്ക് കണക്കാക്കി 7 സബ്ജക്റ്റ് ഉണ്ട്. ശനി ഞായറാഴ്ച നിങ്ങൾ ഇതെടുത്തോളി, വീക്ക് ഓഫ് എടുത്തോളി. ആ ഞായറാഴ്ച നിങ്ങൾക്ക് എന്താ വെച്ചാൽ പുറത്തു പോയി എവിടെ എന്താണെങ്കിലും ചെയ്തോളി. ഇപ്പൊ ബാക്കിയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഈ അരമണിക്കൂർ 1 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. മനസ്സിലായോ? അതൊന്നും ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഒരു പെർട്ടിക്കുലർ ടൈം അതിനുവേണ്ടി മാറ്റി വെക്കുക, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ. ഇതാണ് അപ്പൊ 4ാമത്തെ പോയിന്റ്. മനസ്സിലായോ? 5ാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ കീപ് എ സെപ്പറേറ്റ് എൻവയോൺമെന്റ് ഫോർ യുവർ സ്റ്റഡി. അത് എന്തിനാന്ന് വെച്ചാല് എല്ലാ എൻവയോൺമെന്റും അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ചിന്തിക്കാൻ വൈഡ് ആയിട്ടുള്ള ചിന്ത വരാൻ നമ്മൾ പുറത്ത് ഇറങ്ങി ചിന്തിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഒരു എന്താ പറയാ അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ചിന്തിക്കണം എന്ന് നമുക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള ചിന്തയെന്ന് നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ പർപ്പസ് ഉള്ളൊരു മീൻസ് അതിനൊക്കെ ഒരു കാര്യമുണ്ട്. നമ്മൾ അതൊക്കെ മിത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊക്കെ ഒരു എന്താ പറയാ മൈന്യൂട്ട് ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യമുണ്ട്, ഒരു പോസിറ്റീവ് ഒരു ഇത് കിട്ടുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും. അപ്പൊ അതിനായിട്ടുള്ള സെപ്പറേറ്റ് ഏരിയ നമ്മൾ എന്താ പറയാ ചിലപ്പോ എല്ലാവരും റൂമിലൊക്കെ എല്ലാവരും ഇരിക്കുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിൻ്റെതായ സെപ്പറേറ്റ് ആയിക്കാണ് നമുക്ക് സ്റ്റഡി ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്രയും ബെറ്റർ. ഇനിയിപ്പോ അത്ര സ്റ്റഡി ഏരിയ ഒന്നും ചിലപ്പോൾ പോസിബിൾ അല്ലായിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ റൂമിൽ തന്നെ അടച്ചിട്ട് കണ്ട് അതിൻ്റെതൊരു എൻവയോൺമെന്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അത് എന്താ പറയാ സ്പോയിൽ ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊന്നും പുറത്ത് ലാപ്ടോപ്പും TV ഓൺ ആക്കി കണ്ട് നമ്മൾ പഠിക്കാതിരുന്ന റെഡി ആവോ? ഇല്ല. അപ്പൊ അതിൻ്റെതായ എൻവയോൺമെന്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഒരു സെപ്പറേറ്റ് എൻവയോൺമെന്റ് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ കണക്കാക്കിയില്ല, ആ സമയത്ത് നമ്മൾ ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതാണ് 5ാമത്തെ ടിപ്പ്. 6ാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ 6ാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഡു നോട്ട് ബി അഫ്രൈഡ് ടു മാർക്ക്.
ഇതൊരു മെയിൻ പോയിന്റ് ആയിട്ട് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ചില കോളേജ് ചില സ്കൂളിലൊക്കെ പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വേറെയും കുറയൊന്നും പാടില്ല, നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പാടില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ബുക്ക് നമ്മുടെ ബുക്കാണ്, മനസ്സിലായോ? അപ്പൊ അതിൽ നമുക്ക് നിങ്ങളൊരു കാര്യം ആലോചിച്ചു, അതായത് ഈ ഒരു 2 മണിക്കൂർ എക്സാം, അതായത് 2.5 മണിക്കൂർ എക്സാം ആണ് നമ്മുടെ ഫ്യൂച്ചർ കണക്കാക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്ന കേസ്. പക്ഷെ ഈ 2.5 മണിക്കൂറത്തെ എക്സാം കണക്കാക്കുന്നത് നമ്മൾ ഈ ഒരു വർഷത്തെ പഠനം അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വർഷത്തേക്കുള്ള ഒരു ബുക്ക് തന്നാൽ അത് ആ ഒരു വർഷത്തേക്ക് നമുക്ക് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ വർഷം എനിക്ക് എടുത്ത് അടുത്ത വർഷം എന്റെ കസിന് കൊടുക്കുക അല്ലെങ്കിൽ ഇത് നല്ലപോലെ സൂക്ഷിക്കുക എന്നുള്ള രീതിയിൽ എടുത്തു വെക്കേണ്ട കാര്യമല്ല. അതിൽ എത്ര മാക്സിമം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നു. നമുക്കിപ്പോ ഇഷ്ടപ്പെടാത്തൊരു സംഭവം അല്ലെങ്കിൽ നമ്മൾ നോട്ട്, ഇപ്പൊ നമ്മൾ വേറെ നോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, അതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് മെൻഷൻ ഇപ്പൊ തന്നെ ഒരു 10 ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, അല്ലെങ്കിൽ അത് 2 മതി എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വെട്ടിക്കളയാം. നമുക്ക് എല്ലാം കൂടി കണ്ടാൽ നമുക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വെട്ടിട്ട് 2 മാത്രം നമുക്ക് പഠിക്കാനുള്ള അവിടെ വെക്കുക, മനസ്സിലായോ? അത് ഇത് ഞാൻ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞു, അവനാന്റെ രീതിയിൽ ചെയ്യാം. ചിലര് ഹൈലൈറ്റർ വെച്ച് കണ്ട് ഹൈലൈറ്റ് ചെയ്യും, മനസ്സിലായി? അപ്പോ ചില സ്റ്റുഡൻസ് ചില ടീച്ചേഴ്സ് ഒക്കെ പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ആക്കാൻ പാടില്ല എന്നൊക്കെ കുറെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അങ്ങനെ ചെയ്യണ്ട. നമുക്ക് നമ്മുടേതായ രീതിയിൽ മാക്സിമം ആ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ സിലബസ് യൂട്ടിലൈസ് ചെയ്യുക. അതിപ്പോ പലർക്കും പല രീതിയിൽ, ചിലർക്ക് മനസ്സിലാവാത്ത അവിടെ എഴുതിയേക്കേണ്ടി വരും, എക്സ്ട്രാ നോട്ടുകൾ നമുക്ക് എഴുതിയേക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അതിനൊരു പേടി കാര്യങ്ങളും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ എന്താണെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എതിർത്ത് പറയണം, മനസ്സിലായോ? ഇതാണ് 6ാമത്തെ പോയിന്റ്. 7ാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ട്രീറ്റ് യുവർ ക്ലാസ് ഡിഫറെന്റ്ലി. അതായത് നമ്മൾ ഇപ്പൊ സാധാരണ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് ക്ലാസ് പഠിക്കുക അല്ലെങ്കിൽ ബുക്ക് പഠിക്കുക, വരിക, പോവുക, എടുത്തുവെക്കുക, ആ ഒരു പരിപാടിയാണ്. നമുക്ക് എന്താ പറയാ, ഇപ്പൊ സെമിനാർ വന്നാലോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് അല്ലെങ്കിൽ ലാബ് പോയാലൊന്നും നമ്മൾ അധികം ആൾക്കാരും ഇൻട്രസ്റ്റ് കാണിക്കില്ല. പലർക്കും മടി അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ, ചിലപ്പോൾ എല്ലാവരും മുമ്പിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പേടിയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മനസ്സിലായോ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ശരിയാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞ സെമിനാറും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ മാക്സിമം നമ്മൾ എന്താ പറയാ യൂട്ടിലൈസ് ചെയ്യുക. അതൊക്കെ നമ്മുടെ സ്റ്റഡീസിനെ ചെറുതായിട്ടുള്ള അതൊക്കെ വലിയ രീതിയിൽ നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരു സംഭവം. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ ഇങ്ങനെ പറയട്ടെ ടോപ്പറാവും ചിലപ്പോൾ സ്കൂളിൽ തന്നെ, മനസ്സിലായോ? അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞതിൽ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഇതിൽ ഒരു ഹാർഡ് വർക്ക്, അതായത് കുത്തിയിരുന്ന് പഠിക്കേണ്ട സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, മനസ്സിലായോ? അപ്പോ നമ്മളിപ്പോ 7 പോയിന്റ് പറഞ്ഞു. ഇപ്പൊ 7ാമത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു എന്താ പറയാ ഡിഫറെന്റ് ആയിക്കാണ്ട് നമ്മൾ ക്ലാസ്സിൽ പെരുമാറാം. 8ാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാല് യൂസ് യുവർ പ്രൊഫസേഴ്സ്. അതായത് നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷത്തേക്കുള്ള നമ്മളാ ഒരു 2.5 മണിക്കൂർ എക്സാം കണക്കാക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് അതുപോലെയാണ് പ്രൊഫസേഴ്സ്, മനസ്സിലായോ? നിങ്ങൾ ആലോചിക്കുക, വെറുതെ ഒരു മന്ത്ലി സാലറിയും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കെട്ടുകൊണ്ട് അങ്ങ് പോവാ വരിക, അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് എക്സാം എഴുതുക. ആ രീതിയിൽ നമ്മൾ പ്രൊഫസേഴ്സിനെ കാണാണ്ട് മാക്സിമം അവരെ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യന്റെ വലിപ്പം ഏതോ സിനിമയിലുണ്ടല്ലോ, ഏതൊക്കെ സിനിമ, ഒരു തമിഴ് സിനിമയിലുണ്ട്, ടീച്ചേഴ്സിനോട് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് അല്ലെങ്കിൽ ഡൗട്ടുകൾ ചോദിച്ച് അങ്ങോട്ട് ശല്യം ചെയ്യുക. ആ രീതിയിൽ തന്നെ ആക്കിക്കോളി. ചോദിക്കന്നെ, നമുക്ക് അറിയാത്ത ആളിനെ ചോദിക്കുന്നു, ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞുതരാനാണ് ഓരോ അവിടെ സാലറിയും കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്കും ചില ഞാൻ പറയട്ടെ എല്ലാ ടീച്ചർമാരും അങ്ങനെ അത് ബുദ്ധിമുട്ടായി എടുക്കും. ചില ടീച്ചർമാർ ആഗ്രഹിക്കുന്ന അതാണ്, ഇവര് ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, ഇവരിങ്ങനെ ചോദിക്കാന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കായിരുന്നു. എല്ലാതും നമുക്ക് അങ്ങോട്ട് ചോദിക്കാണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, നമുക്കും കൂടി ഇൻട്രസ്റ്റ് കാണിക്കണം. അപ്പം നമ്മൾ മാക്സിമം നമ്മളെ പ്രൊഫസേഴ്സ് ടീച്ചേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യാം. അതാണ് 8ാമത്തെ പോയിന്റ്. 9ാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാല് സ്റ്റഡി ഫോർ നോളേജ് നോട്ട് മെമ്മറൈസേഷൻ. അത് പറഞ്ഞാൽ എന്താ പറഞ്ഞാല് ഈ മെമ്മറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനപ്പാടാക്കുന്ന സ്കീമാണ്. നമ്മൾ തന്നെ ഒരു വലിയൊരു ഒരു പേജ് എന്താ പറയാ എന്തെങ്കിലും ഒരു നോട്ട്സോ കാര്യങ്ങളോ കൊടുത്താൽ അത് പഠിച്ചെടുക്കാൻ മനപ്പാടാക്കാൻ ചിലപ്പോൾ 2 മണിക്കൂർ ഇങ്ങനെ ഇങ്ങനെ വായിച്ചാലും എഴുതി പഠിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പഠിച്ചാൽ കാര്യമില്ല. നമ്മളെപ്പോഴും എന്താ പറയാ അറിവിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ പഠിക്കുക, നോളജിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. ആ രീതിയിലാവുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഡിഫറെന്റ് സ്റ്റൈലാന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് വ്യത്യാസം ഇപ്പം എന്താന്ന് ചോദിക്കും. പക്ഷെ അതല്ല, ഇപ്പം നമ്മൾ ഈ ഒരു നോളജ് അല്ലെങ്കിൽ നമുക്ക് അറിയണം എന്നുള്ളൊരു അറിവിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പല ടൂള് പല കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനെ
നോക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും. അപ്പൊ കുറച്ചുകൂടി ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനത്തെ പല രീതിയിൽ നമ്മൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ പല രീതിയിലാണ് നമ്മൾ ഈ പഠിക്കുക. അപ്പോ അതാ ഈ നോളജിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് എന്താ പറയാ, എക്സാമിന് എഴുതുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക് വരുമ്പോൾ തന്നെ നമ്മൾ അന്ന് ഗൂഗിളിൽ ചെയ്തിരുന്നല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴാണല്ലോ ഓള് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ കുറെ നമുക്ക് ഇതാണ് വരാണ്ട്, ഒരു കണക്ഷൻ വരാണ്ട്, മനസ്സിലായ. മറ്റേത് നമ്മൾ ബൈഹാർട്ടാക്കി ഇതാക്കുമ്പോൾ നമ്മള് മീൻസ് ചില ഭാഗത്ത് നമ്മളെ സ്റ്റക്കായ പിന്നെ കിട്ടൂല, മനസ്സിലായോ. അപ്പോൾ ഈ ഒരു മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് 9ാമത്തെ പോയിന്റ്. നമ്മൾ നോളജ്, നമ്മളൊരു അറിവ് പഠിക്കണം എന്നുള്ള രീതിയിൽ ഇതാക്കുക, അല്ലാണ്ട് ബൈഹാർട്ടാക്കിയിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായോ. അത് മെമ്മറി പവർ ഉള്ളവർക്കൊക്കെ പറ്റും, പക്ഷെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് രീതി കേട്ടോ. 10ാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാല് ഹാവ് ഫൺ വിത്ത് ഇറ്റ്. അതായത് നമ്മൾ ഏതൊരു കാര്യമാണെന്ന് നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ മെമ്മറിയിൽ നിൽക്കുന്നതും ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ നിൽക്കുക. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ചില പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പാഷൻ ആയിട്ടുള്ള ഒരു കാര്യം ചൂസ് ചെയ്യാന്ന് പറയലുണ്ട്. മറ്റേത് നമ്മൾ എന്തെങ്കിലും പൈസ കണ്ടിട്ടോ, പൈസ കൂടുതൽ കിട്ടുന്ന പറഞ്ഞുകൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഷ്ടപ്പെട്ട് എടുക്കുകയാണ് ആ ഒരു പരിപാടി. അപ്പൊ അതേ കേസിനാണ് നമ്മൾ ഈ സ്റ്റഡീസിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് ഇങ്ങനെ ഇരുന്ന് കസേലയിൽ ഇരുന്ന് ബുക്കിൽ നോക്കി ഇങ്ങനെ പഠിക്കുന്ന ചില ഇത് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയെന്ന് ചിലപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ പഠിക്കണ്ടാവുക. കാരണം ഇത്രയും കാലം മീൻസ് എന്താ പറയാ ശീലമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നമുക്ക് അതായത് ഒരു ഫണ്ണായി കണ്ട് തന്നെ പഠിക്കുന്ന പല ഇതാളുണ്ട്. പല ട്യൂഷൻ സെന്ററിലും പല കോച്ചിങ് സെന്ററിലൊക്കെ അങ്ങനത്തെ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ട്യൂഷനിൽ ഇപ്പോൾ പഠിക്കാത്തൊരു സംഭവം അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത സംഭവം ഒരു പാട്ട് രീതിയിൽ പഠിക്കുക, എന്താ പറയാ. അതുപോലെ ചിലർക്ക് ഗെയിം കളിക്കാൻ താല്പര്യം ഉണ്ടാവും, ഗെയിം ഒക്കെ കളിക്കുന്ന ഫോണിൽ നോക്കാനും ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ പഠനത്തിൻ്റെ ആയിട്ടുള്ള ഗെയിമുകൾ ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക്, ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചാൽ നമുക്ക് എന്തും പറ്റും. എന്തും പറഞ്ഞാൽ എന്ത് സാധിക്കാൻ പറ്റും. നമുക്ക് എന്താണോ വേണ്ടത്, ഇനിയിപ്പോൾ കറന്റ് നമ്മുടെ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും, മനസ്സിലായി. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. 10ാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റിൽ പഠിക്കാനുള്ള ട്രൈ ചെയ്യുക. അത് എങ്ങനെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ പഠിക്കുന്ന രീതി നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു റോങ് വേലാണ്. അത് മാറ്റിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വഴി നമ്മൾ തിരഞ്ഞെടുക്കുക. ഏത് രീതിയാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാത്തൊരു കുട്ടിക്ക് വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആ കുട്ടിക്കും പഠിക്കും നമുക്കും പഠിക്കും, മനസ്സിലായോ. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നമ്മളൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ നമ്മുടെ ലക്ഷ്യം എന്താ, മാക്സിമം സ്കോർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പഠിക്കുക ഉള്ള രീതിയിലാണ്. ഇതൊക്കെ ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒരിക്കലും എന്താ പറയാ പറഞ്ഞ മെത്തേഡ് പ്രകാരം ഒരിക്കലും നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കണം എന്നുള്ള മൈൻഡ് അല്ല കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അല്ല അതിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിചാരിക്കുന്നു. ഇതിലിപ്പോ ഞാൻ പറഞ്ഞ മനസ്സിലായവർക്ക് എന്താ പറയാ മനസ്സിലായിട്ടുണ്ടാവും. ഒരു കുറച്ച് ടൈം മാത്രം നമ്മൾ ദിവസം മാറ്റി വെച്ചാൽ മതി. ബാക്കിയുള്ളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, സ്കൂളിൽ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു ചിട്ട അല്ലെങ്കിൽ ഒരു ഡിഫറൻഷിയേറ്റ് ആയിക്കാണ്ട് അപ്ലൈ ചെയ്താൽ മതി, മനസ്സിലായോ. അല്ലാണ്ട് എല്ലാവരും പഠിക്കുന്ന രാവിലെ ബാഗ് എടുത്ത് ഇറങ്ങുക, പഠിക്കുക, വൈകുന്നേരം വരിക, ഇതാക്കുക, ആ ഒരു ഇത് വേണ്ട. അപ്പോൾ ഈ ഒരു 10 ടിപ്പ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ സ്റ്റുഡൻസ് ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും, മനസ്സിലായോ. കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഈ ടൂറ് കാര്യങ്ങളൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല, കളി ചിരിയൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ പഠിച്ചാൽ മതി. അങ്ങനെ ചില ആൾക്കാർ നമ്മൾ കാണലുണ്ട്, എല്ലാ കളി ചിരിയിൽ ഒക്കെ ഉണ്ടാവും, പക്ഷെ തന്നെ എക്സാമിന്റെ സമയത്ത് നല്ല മാർക്ക് കിട്ടും, മനസ്സിലായോ. അത് നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടല്ല, അവർ അറിയാതാണെന്നുണ്ടെങ്കിൽ ഇത് ഓരോ ലൈഫിൽ നടന്നു പോകുന്നുണ്ടാവും, മനസ്സിലായോ. ഇവര് പ്ലാൻ ചെയ്ത് കണ്ട് അങ്ങനെ ആക്കുന്നൊക്കെ ചിലപ്പോൾ ഇതായിരിക്കും അവർ ലൈഫിൽ അറിയാണ്ടെങ്കിൽ നടന്നു പോകുന്നുണ്ടാവും. അതായിരിക്കും അവർ അങ്ങനെ സ്കോർ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, മനസ്സിലായി. അപ്പൊ 10 പോയിന്റ് ചെയ്തു. ഇത് ഞാനൊരു കണ്ടന്റ് ആയിട്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു കണ്ടന്റ് എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും വരും. ചാനൽ ആദ്യമായിട്ട് കാണുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ബാസ്.